ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശരത്. ചാനലിലും അത് തന്നെയാണ് പേരിട്ടേക്കുന്നത്, ഇറ്റ്സ് ശരത് എന്ന്. അപ്പോൾ കുറച്ച് സമയമായി ഞാൻ മലയാളത്തിൽ കണ്ടന്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ടോ എൻ്റെ മൈൻഡിൽ നാളെ നാളെ നീളം നീളം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യൂട്യൂബ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് സമയമായി. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഡിസംബർ സമയത്ത് ഞാനൊരു ഗെയിമുകളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഞാനൊരു ഗെയിമിംഗ് ചാനൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രീമൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഗെയിം കളിക്കുക, റെക്കോർഡ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു പരിപാടി. ഇംഗ്ലീഷിൽ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഒരു ചാനൽ തുടങ്ങി. കുറച്ച് സമയത്തേക്ക് കമൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഇംഗ്ലീഷ് കമൻട്രി ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ അങ്ങോട്ട് കയറി ക്ലിക്കായില്ല എന്ന് വെച്ചാൽ ചാനല് ഇപ്പോഴും ഉണ്ട്, ചാനൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി കുറെ നാളായല്ലോ മലയാളത്തിൽ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ചിന്ത. എപ്പോഴാണെങ്കിൽ കുറെ സിനിമകൾ വരുന്നുണ്ട് അടുത്ത് തന്നെ. ഇപ്പോ ഈ വർഷത്തിലാണെങ്കിലും കുറെ സിനിമകൾ കാത്തിരിക്കാനായിട്ടുള്ളതുണ്ട്. ഇപ്പൊ അടുത്ത വർഷമാണെങ്കിലും ഇപ്പൊ ദൃശ്യം 3 ഒക്കെ അനൗൺസ് ചെയ്തേക്കുന്ന കാരണം കണ്ടറിയാം, അടുത്ത വർഷം നിറച്ചും സിനിമകൾ തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സമയമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഒരു മലയാളത്തിലൊരു ചാനൽ ചെയ്യാനായിട്ട്. പിന്നെ ആദ്യമേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്, എനിക്കിങ്ങനെ ചാനലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ തുറന്നിരുന്ന് ഇങ്ങനെ കമന്ററി ഒക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത് ശീലമില്ല. പരമാവധി എന്താ പറയാ, ഒരു സെൽഫ് കോൺഷ്യസ് ആവാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആയിക്കഴിഞ്ഞാൽ ക്ഷമിക്കുക, ഇനിയും മുന്നോട്ട് ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ശരിയാവും എന്ന് കരുതുന്നു. ഇപ്പൊ തന്നെ ഞാനിങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ. അപ്പോ ഞാനൊന്ന് വന്നേക്കണ പറഞ്ഞല്ല, ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തളപതി വിജയണ്ണന്റെ പിറന്നാളായിട്ട് ഒരു സംഭവം വന്നിരുന്നു. കുറച്ച് ദിവസമായി വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടാവും ഇപ്പോഴാണോ റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒടുക്കത്തെ മഴയും അതിനിടയിൽ എനിക്ക് ഒടുക്കത്തെ ജലദോഷവും. ഇതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ചാനൽ തുടങ്ങട്ടെ എന്ന് വെച്ചു. ഇപ്പൊ ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് ആദ്യത്തെ വീഡിയോ തന്നെ നമ്മുടെ തളപതിയെ വെച്ചാവാം എന്ന് കരുതി. അപ്പോ ഇത് ഞാൻ ഇതിന്റെ പോസ്റ്ററും സ്റ്റിലും കണ്ടിരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ വലിയ കാര്യമായിട്ട് ഐഡിയ ഒന്നുമില്ല. അപ്പോ കണ്ടറിയാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. എന്തായാലും റിയാക്ഷനിലേക്ക് കടക്കാം. A true leader rises not for power but for the people. തളപതി ഏവിയൻ പ്രൊഡക്ഷൻസ് തൊഴുതണ്ണ മുത്ത്. അത് പുതിയതാണല്ലോ. BGM വെറുതെ അടിപൊളി. ജനനായകൻ ലെറ്റ്സ് റൈസ് ടുഗദർ. ജനുവരി 9. ഇത് ഞാനൊരു കാര്യം ആദ്യമേ ഞാൻ പറയാം. കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഉള്ളത് ആദ്യം പറയാമല്ലോ, ഞാനൊരു കട്ട സൂര്യ ഫാനാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഇങ്ങേരുടെ പടം എന്ന് പറഞ്ഞാൽ അതൊരു വൈബാ. തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗുമ്മുണ്ട്, അത് വേറൊരു സൂര്യയുടെ പടത്തിലൂടെ എനിക്ക് കിട്ടാറില്ല. പോയി കഴിഞ്ഞാൽ സൂര്യ ഫാൻസ് പോലും പലപ്പോഴും തോന്നാറുണ്ട് സിനിമയ്ക്ക് മുമ്പ് ഇതൊന്നും ഇത്രയും ഷോക്കായിട്ടിരിക്കണമെന്നുള്ള. പല സിനിമകളും നല്ലതായിരുന്നാലും. പക്ഷെ സൂര്യണ്ണന്റെ നല്ലൊരു സിനിമ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ തളപതിയുടെ അവസാനത്തെ സിനിമയാണ് ഇത് എന്ന് കേൾക്കുന്നു. ഇനി സിനിമ ചെയ്യോ ഇല്ലയോ നമുക്ക് അറിയില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ മനുഷ്യനെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട്, അല്ലെങ്കിൽ ഒരു റോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, ഒരു സംഭവം ഉണ്ടാകട്ടെ. ഓ, ഒന്നും പറയാനില്ല മാൻ. ഇതൊരു 1.5 സ്ഥാനമായിപ്പോയി. അതും എന്ത് ലുക്കാണ് പോലീസ് വേഷത്തില്. ഇത് നമ്മുടെ ബാലയുടെ ഭഗവൻ കേസരിയുടെ റീമേക്ക് ആണെന്നൊക്കെ കേൾക്കണൊക്കെ ഉണ്ടായിരുന്നു, പലരും പറഞ്ഞു. അറിയില്ല, എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കാം. എന്തായാലും പ്രത്യേകിച്ച് ആ ഡയലോഗ് പറഞ്ഞാൽ ആദ്യം നെഞ്ചിൽ കുടിയിരിക്കും എന്നുള്ളതല്ലേ എന്നുള്ളതൊന്നും കേൾക്കണം.
BGM ഒക്കെ എന്ത് BGM ആണ് ഉദ്ദേശിച്ചാണ് എന്റെ അമ്മോ. മാസ് എന്ന് വെച്ചാ ആ ഒരു ഷോട്ട് എന്റെ അമ്മോ. എന്നാ എന്തൊരു മുതലാണ് ഇപ്പോ. അനിരുദ്ധ് ലുക്ക് ഒരു രക്ഷയില്ല മനുഷ്യന്റെ. ടൈറ്റിൽ കാർഡ് നൈസ് സാധനം. സത്യം പറയാലോ, ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ കുറെ നാളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിറച്ചും ഈ സൂര്യ ഫാൻസും വിജയ് ഫാൻസും കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എന്റെ നടനാണ് ബെറ്റർ, എന്റെ നടനാണ് ബെറ്റർ എന്ന്. ഇതിപ്പോ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാലേ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങളൊരു 90s ഏർലി 2000 2K ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. നമ്മൾ ഈ ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ നമ്മൾ കാവി പോയി കഴിയുമ്പോൾ നമുക്കൊരു റെസ്ലിങ്ങോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സിന്റെ അല്ലെങ്കിൽ പോക്കിമോൺ ഇങ്ങനെയുള്ള എന്തിൻ്റെങ്കിലൊക്കെ ഒരു നമുക്ക് എന്താണ് പറയാ ഒരു ട്രേഡിങ് കാർഡും ആയിരിക്കും. ഇപ്പൊ ഷീട്ട് കളിക്കൂലേ നമുക്ക്. അപ്പൊ ആ ഒരു ഒരു കാർഡ് കിട്ടും നമുക്ക്. അത് വെച്ചിപ്പോ നമ്മൾ പണ്ട് ഇപ്പൊ എന്റെ കസിൻസിനൊപ്പം ഞാൻ കളിക്കാറുണ്ട്. ഇപ്പൊ എന്റെ ജോൺസീന അവന്റെ റാൻഡി ഓർഡൻ ആണെങ്കിൽ ചെസ്റ്റ് 75, അപ്പൊ എന്റെ ചെസ്റ്റ് 85, എന്റെ വലുത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ ഈ രണ്ട് ഫാൻ ബേസുകൾ തമ്മിലുള്ള ആ ഒരു, എനിക്ക് പല സൂര്യ ഫാൻസിനെയും ഞാനൊരു സൂര്യ ഫാനാണ്. എനിക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ എനിക്ക് പല വിജയ് ഫാൻസിനും അറിയാം, അവർക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം വരുന്നത് ആ മനുഷ്യനോട്, ആ നടനോടുള്ള റെസ്പെക്റ്റിന്റെ പേരിലാണ്. എന്ന് നമ്മൾ ആ നടനെ ഓരോ പേരുകളും വെറുതെ ട്രോളാനും ഇതിനൊക്കെ വേണ്ടി വിളിച്ചു തുടങ്ങുന്നു, അന്ന് ആ നടനോട് ഇഷ്ടമല്ല. അത് ഒരുതരം ഞാൻ ഒരിക്കലും സൂര്യ ബെറ്റർ ആണ് വിജയനേക്കാളും എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ശരിയാണ്, ആക്ടിങ്ങിൽ സൂര്യയാണ് എനിക്ക് മികച്ചതായിട്ട് തോന്നാറുന്നുണ്ടെങ്കിലും സ്റ്റാർ പവറും അല്ലെങ്കിൽ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ ഒരു പടം കാണുമ്പോൾ ആ പിടിച്ചെത്താനുള്ള ഫാക്ടർ എനിക്ക് പലപ്പോഴും വിജയനാണ് തോന്നാറ്. അത് സൂര്യയുടെ പ്രശ്നമല്ല. സൂര്യ എക്സ്പെരിമെന്റൽ കാര്യങ്ങൾ ചെയ്യുന്നു, സൂര്യയുടേതായ ലീഗിൽ പോകുന്നു, വിജയുടേതായ ലീഗിൽ പോകുന്നു. ഇത് കാണാൻ പറ്റാതെ കുറെ ഫാൻസ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിയും പൂച്ചയും മാരി അല്ലെങ്കിൽ കുഞ്ഞിപ്പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചോണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇത് മാത്രമല്ല, മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞു അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു സാധനം ജനനായകൻ എന്തായാലും ഞാൻ പടത്തിന് ഹൈപ്പ് ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞ വിനോദിന്റെ തീരം കണ്ടൊരു ഹൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടറിയാം നമുക്കിനിപ്പോ അജിത്തിന്റെ 2 പടം പിടിച്ച് കൊളാക്കിയതാണ്. ഇപ്പൊ തളപതിനെയാണ് കയ്യിൽ കിട്ടിയേക്കുന്നത്. ലാസ്റ്റത്തെ പടമാണ്. മര്യാദക്ക് പിടിച്ചില്ലെങ്കിൽ ആളെ പിടിച്ച എല്ലാരും പൊങ്കാലിടുന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോ മര്യാദക്ക് ചെയ്താൽ നല്ലത്. എനിവേ സംഭവം കൊള്ളാം. എനിക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചെറിയൊരു ഹൈപ്പ് ഉണ്ട്. എന്തായാലും ഈ പടമായാലും ഞാൻ ഈ ചാനലിൽ കണ്ടതിന് ശേഷം ചെറിയൊരു റിവ്യൂ അല്ല, പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ് റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ റിവ്യൂ ഇടുമ്പോൾ ഡൈസെക്ഷൻ വലിയ ഇതിന് ചെയ്യണമെന്ന് ഞാൻ നിൽക്കുന്നില്ല, എനിക്കറിയില്ല ചെയ്യാനായിട്ട്. എന്നാലും കണ്ടിട്ട് ഞാൻ ഇടാൻ നോക്കാം. എന്തായാലും അടുത്ത വർഷമല്ലേ, സമയമുണ്ടല്ലോ. എന്തായാലും റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഏതെങ്കിലും ട്രെയിലർ ഞാൻ കാണണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാ, കാണാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ എനിക്കൊരു ഐഡിയ ഉള്ളത്, ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു മൈൻഡ് ഉണ്ട് മലയാളത്തില്. അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക തന്നെ. ഞാൻ ഒരു ലൈവ് സ്ട്രീം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ചാനൽ തുടങ്ങാം. പബ്ജിയും ഫ്രീ ഫയർ ഒന്നും കളിക്കാനൊന്നും അല്ല, എനിക്ക് കളിക്കാൻ അറിയേയില്ല. ഞാൻ അതിൽ വലിയ ഗംഭീരമായിട്ട് നിൽക്കുന്ന ആളുമല്ല. ഞാൻ കളിക്കുകയാണെങ്കിൽ വല്ല റെഡ് ഡെഡ് റിഡംഷനോ ഗോഡ് ഓഫ് വാറോ അങ്ങനെയുള്ള വല്ല ഗെയിമായിരിക്കും കളിക്കാം. അപ്പോ അത്രേ ഉള്ളൂ പറയാൻ. അപ്പോ അതാണ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.